സൈക്കോളജിക്കലി തകർന്നു പോയെങ്കിലും താൻ ദൈവവുമായുള്ള ബന്ധത്തിൽ ആ ഭക്തിയെ മുറുകെ പിടിച്ച് തന്നെയാണ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ നമുക്ക് കൺഫർമേഷൻ വന്നു. അതെന്തെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ തന്റെ ദൈവം അനുവദിച്ച ജീവിതത്തിന്റെ പരിശോധന രണ്ടാമത്തെ ഘട്ടത്തിൽ യോബിനെ സാക്ഷ്യപ്പെടുത്തി. ഇവ ഒന്നിനാൽ യോബ് തന്റെ അധരങ്ങളാൽ പാപം ചെയ്തില്ല എന്ന് ഒരു കൺഫർമേഷൻ തന്നിട്ടാണ് യോബിന്റെ ജീവിതത്തെ തുടർന്ന് ദൈവത്തോട് കുറ്റം ചെയ്തില്ല, പാപം ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടാണ് യോബിനെ പച്ചയായി നമുക്ക് മുമ്പിലോട്ട് എറിഞ്ഞ് തരുന്നത്. അതുകൊണ്ട് ആ വചനങ്ങളെ അടിസ്ഥാനമാക്കി മാത്രമേ നമ്മൾ യോബിനെ കാണാനും വിലയിരുത്താൻ ദൈവം നമുക്ക് അധികാരം തരുന്നുള്ളൂ എന്നുകൂടെ ഞാൻ ഈ സമയത്ത് ഓർപ്പിച്ചുകൊള്ളട്ടെ. നമ്മളിനി ചിന്തിക്കേണ്ടത് 3-ാം അധ്യായം അതിന്റെ അവസാന വാക്യവും 4-ാം അധ്യായത്തിലേക്കുമാണ് നമ്മൾ വരുന്നത്. 3-ാം അധ്യായം അവസാന വാക്യം ഇങ്ങനെയാണ്: ഞാൻ സ്വസ്ഥനായില്ല, വിശ്രമിച്ചില്ല, ആശ്വസിച്ചതുമില്ല, പിന്നെയും അതിവേദന എടുക്കുന്നു. I have no peace, no quietness, I have no rest, only trouble comes. ശരിക്കും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ട 3 കാര്യവും പറയാം. എന്റെ ജീവിതത്തിൽ ഇപ്പൊ ഇല്ല. എനിക്ക് ഒരു സ്വസ്ഥതയില്ല, എനിക്ക് ഒരു റെസ്റ്റ് ഇല്ല, എനിക്ക് ഒരു ആശ്വാസവുമില്ല. എങ്ങനെയാണ് യോബ് കടന്നുപോയതെന്ന് ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല. അപ്പോസ്തലൻ പൗലോസ് അങ്ങനെയല്ല പറയുന്നത്. അപ്പോസ്തലൻ പറയുന്നത്, ഞങ്ങളുടെ കഷ്ടങ്ങളിൽ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിച്ചു. ആ ആശ്വാസം കൊണ്ട് ഏതൊരു കഷ്ടത്തിൽ ആശ്വസിപ്പാൻ ഞങ്ങൾ പ്രാപ്തരാകുന്നു. പക്ഷെ യോബ് ഇങ്ങനെ ഒരു പോയിന്റിൽ നിൽക്കുകയാണ്: എനിക്ക് ആശ്വസിക്കാൻ കഴിയുന്നില്ല, എനിക്ക് റെസ്റ്റ് എടുക്കാൻ കഴിയുന്നില്ല, എനിക്ക് സ്വസ്ഥനാകാൻ. ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു മാനസിക പീഡയാണ്. ആ ഒരു പീഡ ദൈവം തന്നെ ഭക്തന്മാരുടെ ജീവിതത്തിൽ പലപ്പോഴും അനുവദിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഒരുപക്ഷെ ആർക്കും നമ്മളെ മനസ്സിലാക്കാൻ കഴിയാതെ പോയിട്ട് അവിടെ നമ്മൾ തകർന്നു പോകാൻ പാടില്ല. അസാവ് പറയുന്നത്, ഞാൻ ഇതിന്റെ വചനങ്ങളെ ധ്യാനിച്ചു, ഞാൻ മെഡിറ്റേറ്റ് ചെയ്തു, പക്ഷെ എന്നിട്ടും എന്റെ ഉള്ളം ആശ്വാസം നിരസിക്കുന്നു. എനിക്ക് സ്വസ്ഥനാകാൻ പറ്റുന്നില്ല. എനിക്ക് അതിനെ മെഡിറ്റേറ്റ് ചെയ്തിട്ടും എനിക്ക് പറ്റുന്നില്ല. എനിക്കൊരു വിശ്രമം കിട്ടുന്നില്ല, എനിക്കൊരു സ്വസ്ഥത കിട്ടുന്നില്ല, എനിക്ക് ആശ്വസിക്കപ്പെടാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അസ്വസ്ഥരാകുന്ന ഒരാളെയല്ല, ഒന്നിലധികം ഭക്തന്മാരെ നമുക്ക് കാണുവാൻ യോബ്. ശരിക്കും പറഞ്ഞാൽ നമ്മള് വിശ്വാസികളായിരിക്കുന്നവര് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ആശ്വാസത്തിനും അല്ലെ സമാധാനത്തിനും നമ്മൾ അനുഭവിക്കുന്ന സ്വസ്ഥതയ്ക്കും നമ്മൾ ദൈവത്തോട് എത്ര കടപ്പെട്ടിരിക്കുന്നു. പ്രശ്നങ്ങൾ ഇളകി മറിയുമ്പോഴും പ്രതിസന്ധികൾ ആഞ്ഞടിക്കുമ്പോഴും നമ്മളെ ദൈവം മാനസികത്തിലേക്ക് ഏൽപ്പിക്കത്തില്ല എന്ന് പറയാൻ കഴിയത്തില്ല. ദൈവം നമ്മളെ ഏൽപ്പിക്കും, സാധ്യതകളുണ്ട്, ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാനത് പല പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ട്, ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ അല്പസമയം കഴിയുമ്പോൾ ദൈവം നമ്മളെ അതിന്റെ ഇരട്ടിയായ സ്വസ്ഥതയും ആശ്വാസം നമ്മളെ ചേർത്ത് പിടിക്കും. എന്തിനത് അനുവദിച്ചെന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ ഉത്തരമുണ്ട്. യോബിന്റെ അവസ്ഥ അങ്ങനല്ല. ഓരോരുത്തരവും ഒരാശ്വാസവും ഇല്ല. ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലും ഒരു റെവലേഷനും ഇല്ല. ആദ്യം വെളിപ്പാട് കൊടുക്കുന്നില്ല യോബിന്. അതായിരുന്നു യോബ് ആഗ്രഹിച്ചത്. എനിക്കൊന്ന് അറിയണം, ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ തകർക്കുന്നതെന്ന് അറിയണമായിരുന്നു. ഒന്നുമില്ല, ആ സ്വർഗം നിശബ്ദമായിരിക്കും. എനിക്ക് ആർക്കു വേണ്ടി ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെച്ചോ ആ ദൈവം തന്നോട് തികച്ചും മൗനമായിരിക്കും. ആ ഒരു സമയം അത് മൗനമായിരിക്കുന്ന മാത്രമല്ല, തന്റെ ശരീരം മുഴുവനും തകർന്നുറങ്ങിയിരിക്കുന്നു, മുഴുവനിച്ചു. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, കിടക്കയിൽ തിരിഞ്ഞു മറിയുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല, നിലത്തുരുളുന്നുണ്ട്, നടക്കുന്നില്ല. അതുകൊണ്ട് യോ പറയാ, നോ പീസ്, നോ ക്വയറ്റ്നസ്, നോ റെസ്റ്റ്, ഓൺലി ട്രബിൾ കംസ്. പിന്നെ അതിവേദന എടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ
വേദനകൾ വരുന്നതല്ലാതെ എനിക്ക് വേദനകളുടെ നടുവിൽ എനിക്കൊന്ന് സ്വസ്ഥനാകാനോ എനിക്കൊന്ന് വിശ്രമിക്കാനോ രാത്രി ഉറക്കം പോലുമില്ല, എനിക്ക് ഒന്ന് ആശ്വസിക്കാനോ കഴിയും. എന്റെ പ്രിയനെ, ഈ ഭാഗം ചിന്തിക്കുമ്പോൾ എന്റെ ഹൃദയം വല്ലാതെ നോക്കുന്നുണ്ട്. കാരണം എന്റെ ജീവിതത്തിൽ, ഞാൻ പലരുടെ ജീവിതത്തിലും എനിക്ക് ഈ അവസ്ഥ സ്വയമായി നേരിടേണ്ട വന്നിട്ടുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അവസ്ഥകളെ അവരുമായി അത് പങ്കിടേണ്ട വന്നിട്ടുണ്ട്. അപ്പോഴുള്ള ആ സമയങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. അങ്ങനെ സമയങ്ങൾ എന്റെ മക്കളുടെ ജീവിതത്തിൽ അനുവദിച്ചാൽ, വളരെ ചുരുങ്ങിയ സമയങ്ങളിൽ അനുവദിക്കത്തുള്ളൂ, യോവിന്റെ കാലം പോലൊന്നും അനുവദിക്കുന്നില്ല. അങ്ങനെ ആർക്കെങ്കിലും അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അനുവദിച്ചാൽ ആ സമയത്ത് നമ്മൾ വളരെ 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 ശ്രദ്ധാലുക്കളായിരിക്കണം. അത് ഭക്തന്മാർക്ക് സംഭവിച്ചപ്പോൾ എന്ത് ചെയ്യണം, എപ്പോഴും മാറും എന്നുള്ള അവസ്ഥയിൽ കാര്യങ്ങൾ വരുമ്പോൾ മറ്റൊന്നും ചിന്തിക്കാൻ കഴിയത്തില്ല, മറ്റൊന്നിനും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത, എല്ലാം തീരുകയാണ് തോന്നുന്ന ഒരു ട്രബിൾസം പീരീഡിലേക്ക്, അതിവേദനയുടെ നാളുകളിലേക്ക് ഭക്തന്മാർ കടന്നുപോയിട്ടുണ്ട്. ദൈവം തന്റെ ഭക്തന്മാരെ അനുവദിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, നമുക്ക് ആ ട്രബിൾ എടുത്ത് മാറ്റാൻ കഴിയത്തില്ല. നമുക്കായിട്ടൊരു ക്വയറ്റ്നസ് ഫീസ് കൊടുക്കാനും, പക്ഷെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ, ആ അതിവേദന കൂട്ടാതിരിക്കാൻ കഴിയും. നമ്മൾ രീതിയിൽ എണ്ണ ഒഴിക്കാതെ ഇരിക്കാൻ മാത്രമേ സമയത്ത് നമുക്ക്, കാരണം ദൈവം ഇച്ചിന്റെ സമയത്തെ അത് മാറിപ്പോത്തുള്ളൂ. അതുവരെ ആ ഭക്തരുടെ കൂടെ. പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എഴുതിയിൽ എണ്ണ ഒഴിക്കാതെ നമ്മുടെ സാന്നിധ്യ ശുശ്രൂഷ അവിടെ പങ്കിട്ടുകൊണ്ട്, ഒപ്പം നമുക്ക് എന്തെങ്കിലും സംസാരിക്കുന്ന അവസരം കിട്ടിയാൽ അത് ആ മുറിവിനെ വെച്ച് കെട്ടുന്ന ഒരു വാക്കായി തീരുന്നെങ്കിൽ നമ്മൾ വിജയിച്ചു. നമ്മുടെ ശുശ്രൂഷ അനുഗ്രഹമായി ദൈവം പ്രസാദിക്കുകയും ചെയ്യും. അത് ഈ സമയത്ത് ഓർപ്പിച്ചോണ്ട് ഈ ഒരു വാക്കുകൾ മനസ്സിൽ ഇരുന്നുകൊണ്ട് വേണം നമ്മൾ ചിന്തിക്കാൻ. എന്താണ് ആ വാക്ക്? എനിക്ക് സ്വസ്ഥത അനുഭവിക്കാൻ പറ്റുന്നില്ല, എനിക്കൊന്ന് വിശ്രമിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ആശ്വസിക്കാൻ കഴിയുന്നില്ല. പിന്നെ എന്ത് മാത്രമാണ്? അത് മാത്രമല്ല, വേദനകൾ വർദ്ധിക്കുന്നത്. അത് ഇമാജിൻ ചെയ്തുകൊണ്ട്, അതിനെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം. അങ്ങനെ ഒരു സിറ്റുവേഷനോട് നമ്മളിത് പറയുമ്പോൾ ഞാനോ എന്റെ പ്രിയപ്പെട്ടവരോ അങ്ങനെ കടന്നു ഞാൻ എനിക്ക് ന്യൂമായി നമ്മൾ താല്പര്യം ചെയ്യേ അല്ല, അങ്ങനെ ചിന്തിക്കുകയല്ല. ആർക്കും അത് താല്പര്യം ചെയ്യുന്നുണ്ട്? അങ്ങനെ ന്യൂമായി താല്പര്യം ചെയ്യാൻ മറ്റൊരു ഭക്തൻ ബൈബിളില് ഇല്ല. പിന്നെ നമുക്ക് പറ്റുമോ? പക്ഷെ നമ്മൾ പറയുന്നത് ഈ കഷ്ടതയുടെ തീവ്രത ഇതുപോലെ നമ്മൾ അനുഭവിച്ചതല്ല. പക്ഷെ ദൈവം നമ്മളെ ചില സമയങ്ങളിൽ മാനസിക പീഡയിലൂടെ എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു ക്വയറ്റ്നസ് കിട്ടാത്ത, എത്ര ദൈവവചനം കേട്ടിട്ടും ഒരു കംഫോർട്ടിലേക്ക് വരാതെ, നമ്മൾ കൺസോൾഡ് ആകാതെ, നമ്മൾ ക്വയറ്റ് ആകാത്ത ഒരു സമയം, ചില വിഷയങ്ങൾ, അത് പല ദുഃഖങ്ങളാകാം, നഷ്ടങ്ങളാകാം, പ്രത്യേകമായ ചില കാരണങ്ങളാകാം, നമ്മുടെ ജീവിതം അനുഭവിക്കുമ്പോൾ ഓർത്തോണം, നാം ദൈവത്തിൽ നിന്ന് പുറത്തു പോയിട്ടില്ല, ദൈവം നമ്മളെ കൈവിട്ടിട്ടില്ല, ദൈവം നമ്മളെ ഉപേക്ഷിച്ചിട്ടില്ല, നമ്മളുടെ പാപത്തിന് അനന്തര ഫലവുമല്ലത്. ഇതിനകത്തൊക്കെ ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശം. ഒരുപക്ഷെ നമ്മളിൽ ഒരാളെ കടന്നു പോകാത്തോണ്ട് ബിൽദാവ് കടന്നു പോയിട്ടില്ല, സോഫർ കടന്നു പോയിട്ടില്ല, എലുഹു കടന്നു പോയിട്ടില്ല. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു? അവർ കടന്നു പോകാത്ത ഒരു വഴിയായതുകൊണ്ട് അവർ അവിടെ പലതും വേണ്ടാത്തതെടുത്ത് പ്രയോഗിച്ചു. നമ്മൾ അങ്ങനെ കടന്നു പോയിട്ടില്ല എങ്കിൽ, നമുക്കവരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ, പ്ലീസ് കീപ് ക്വയറ്റ്. നമ്മൾ നിശബ്ദമായിരിക്കുക. അവിടെ നമ്മുടെ അനുഭവങ്ങളൊന്നും പറയണ്ട, അവിടെ നമ്മൾ വാചാലരാകണ്ട. അല്ല, നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, നമ്മളും ഇതിനെ ഒരല്പം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവരോട് ചേർന്ന് പറയുക, ഈ സെയിം അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്, വിഷമിക്കേണ്ട, അതിന്റെ സമയം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ ദൈവം നമ്മളെ പുറത്ത് കൊണ്ടുവരും. അതുവരെ നിങ്ങളെ മനസ്സിലാക്കാൻ അതെ ഞങ്ങൾക്ക് കഴിയും, ദൈവത്തിന്റെ പദ്ധതി ചെയ്തെടുത്തോളും എന്ന് പറയാൻ മനസ്സിലാവില്ലെങ്കിൽ. അതുകൊണ്ട് യോ പറയുന്നുണ്ട്, നിങ്ങൾ നിർത്ത എന്റെ പാപങ്ങളെ ഇനി അസ്യൂം ചെയ്ത്
ചെയ്ത പരിപാടി തുടർന്ന് പറയുന്നുണ്ട്. ഡോണ്ട് അസ്യൂം മൈ ഗിൽറ്റ്സ്. എന്റെ കുറ്റങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളിങ്ങനെ ഇങ്ങനെ നോക്കി ഊഹിച്ചെടുക്കാതിരിക്കും. പറയുന്നുണ്ട് അവരോട്, വ്യക്തമായ നിങ്ങൾ മിണ്ടാതിരിക്കും. ഇതുകൊണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം എന്നൊന്നും പറയേണ്ട ആവശ്യം ഇല്ല. പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനൊന്നും ചെയ്യാതിരിക്കും. നമുക്ക് ഈയൊരു സിറ്റുവേഷനെ നേരിടാൻ ഏത് സമയത്തും സാധ്യത. അതേ സമയത്ത് മാനസികമായി തകർന്നു അല്ലെങ്കിൽ ഉള്ളിൽ മരിക്കുന്നുണ്ടായിരിക്കേണ്ടി വന്നു. പക്ഷെ അപ്പോൾ പറയാണ് ഞങ്ങൾക്ക് ഒരു കാര്യം കൂടെ സംഭവിച്ചു, ഞങ്ങളുടെ കഷ്ടങ്ങൾ ദൈവം ചെയ്തു തന്റെ ആശ്വാസം. ആ ആശ്വാസം ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രയോജനം അറിയാമോ? ആ ആശ്വാസം കൊണ്ട് ഏതൊരു കഷ്ടത്തിനുള്ളവരെയും ആശ്വസിപ്പാൻ ഞങ്ങൾ ഇപ്പോൾ പ്രാപ്തരാണ്. ഏത് കഷ്ടത്തിനുള്ളവരോടും വലിയ വലിയ കാര്യങ്ങൾ പറയാൻ ഞങ്ങള് ദൈവം നടത്തി എന്ന് പറയുന്നില്ല. ആ ദൈവത്തിന്റെ ആശ്വാസം കൈമാറാൻ ഞങ്ങൾ ദൈവം പ്രാപ്തരാണ്. ഞങ്ങളുടെ അനുഭവങ്ങളെ, ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെ, ഞങ്ങൾ കേട്ട കാര്യങ്ങളെ, പഴയ ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളെ, പണ്ട് അവിടെ കേട്ടതും ഇവിടെ കേട്ടതും കുറെ കാര്യങ്ങൾ ഞങ്ങൾ പറയാൻ പ്രാപ്തരായിരുന്നല്ല. ദൈവത്തിൽ നിന്നുള്ള ആശ്വാസത്തെ കൈമാറാൻ പ്രാപ്തരാണ്. അപ്പൊ ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് താഴ്ചകളും തകർച്ചകളും സ്വസ്ഥതയില്ലായ്മയും ഏത് ആശ്വാസം കൈക്കൊള്ളാൻ നിരസിക്കുന്ന അനുഭവം ഉണ്ടായാലും അവിടെയെല്ലാം ദൈവത്തിന് മഹത്തായ ഒരു പദ്ധതിയുണ്ട്. അത് സമയാസമയത്തിൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് വളരെ വളരെ ജ്ഞാനത്തോടെ, വിവേകത്തോടെ, പരിജ്ഞാനത്തോടെ, സമചിത്തതയോടെ, സുബോധത്തോടെ, വിജിലന്റായി, ജാഗ്രതയോടെ വേണം നാം ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യും. അത് യോബിന്റെ പുസ്തകം നമുക്ക് വ്യക്തമായ മുന്നറിയിപ്പ് തരുന്നു. ആയിരക്കണക്കിന് അനുഭവങ്ങൾ, നൂറുകണക്കിന് അനുഭവങ്ങൾ നമ്മുടെ കയ്യിൽ കാണും. പക്ഷെ അതെവിടെ എപ്പോൾ പ്രയോഗിക്കണമെന്നുള്ള പരിജ്ഞാനം നമുക്ക് വേണം. പഠനത്തെ കുറിച്ച് വലിയ അറിവ് നമുക്ക് കാണും, ദൈവിക വർമ്മങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കാണും. പക്ഷെ അത് ആരോട് എപ്പോൾ പറയണമെന്നുള്ള വ്യക്തമായ പരിജ്ഞാനം നമുക്ക് കാണാൻ. ഒത്തിരി വാക്യങ്ങൾ നമുക്കറിയാമായിരിക്കും, പക്ഷേ അതെവിടെ എപ്പോൾ പറയണം എന്നുള്ള പരിജ്ഞാനം നമുക്ക് അതാണ് നാം വ്യക്തമായി മനസ്സിലാക്കുന്നത്. അങ്ങനെ യോബ് എന്ത് ചെയ്തു? യോബിന്റെ പച്ചയായ എന്നാൽ യാഥാർത്ഥ്യമായ പ്രതികരണം തന്റെ സ്നേഹിതനെ തന്നോട് വളരെ ശക്തമായി എന്താണ് മനസ്സിൽ ഇല്ലാത്തവരെ പോലെ ദൈവത്തിന്റെ പക്ഷത്തു നിന്ന് വാദിക്കുന്ന ഒരു കൂട്ടരെ പോലെ പ്രതികരിപ്പാൻ യോബിന്റെ പച്ചയായ എന്നാൽ സത്യസന്ധമായ പ്രതികരണം ഒരു മുഖാന്തരമായി വാദിക്കും. യോബ് സംസാരിച്ചപ്പോഴാ അവർക്ക് മനസ്സിലായത് യോബാകെ തകർന്നിരിക്കുക. ഒരാഴ്ച മിണ്ടാതിരുന്നപ്പം അത് സമ്മേളനത്തിന്റെ സഹിഷ്ണുതയുടെ ഒക്കെ ആയിട്ട് അവർ കണ്ടു. ഒരാഴ്ച കഴിഞ്ഞ് മനസ്സിലായി നമ്മൾ സഹിഷ്ണുത ഇദ്ദേഹമാകെ തകർന്ന് പപ്പടം പോലെ പൊടിഞ്ഞ് ഇരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലുള്ള ദൈവാശ്രയൊന്നും ഇതിലങ്ങനെ ഒന്നുമില്ല, ധൈര്യമൊന്നുമില്ല, പുള്ളി ആകപ്പാടെ ആ പാളിയിരിക്കുകയാണ് എന്നുള്ള ചിന്ത മനസ്സിൽ. എന്താ യോബ് തെറ്റായി പറഞ്ഞ കാര്യമല്ല, സത്യസന്ധമായി തന്റെ പിന്നീട് പറഞ്ഞത് യോബ് എന്റെ ബ്രദേഴ്സാണ്, എന്റെ സഹോദരന്മാരായിരിക്കുന്നവര് ഞാനിത് പ്രതീക്ഷിച്ചില്ല, എന്റെ ബ്രദേഴ്സ് ആയിരിക്കുന്ന ഫ്രണ്ട്സാണ്. അതുകൊണ്ടാണ് യോബ് എന്തിനു ശ്രമിച്ചത്? യോബ് നാട്ടുകാരോടല്ല ഇത് പറഞ്ഞു. യോബ് തന്നെ കാണുവാനും തന്നോടൊപ്പം ഇരുന്ന് അതെ ഒരാഴ്ച ഇവിടെ രണ്ടു കൂട്ടത്തിലും തെറ്റിദ്ധാരണ ഉണ്ടായി അല്ലേ? യോബ് വിചാരിച്ചു 7 ദിവസം മിണ്ടാതിരുന്നപ്പോ ഇവർക്ക് എന്നെ മനസ്സിലായി. അവര് വിചാരിച്ചു 7 ദിവസം യോബ് മിണ്ടായിരുന്നപ്പോൾ യോബാളും ഒക്കെ വേണ്ടാത്തൊന്നും പുള്ളി പറയത്തില്ല. യോബ് ഓർത്ത് ഇവര് മിണ്ടാതിരുന്നപ്പോ എനിക്ക് എന്ത് വേണം ഇവരോട്? എല്ലാം കൂടെ ആകപ്പാടെ ഇടിച്ച് മുട്ടി എന്താണ് കൂട്ടിമുട്ടി വാക്കുകളുടെ ഒരു എന്താ പറയണ്ടേ ഇടി തന്നെയാണ് അവിടെ നടക്കുന്നത്. അപ്പൊ പക്ഷെ ഒരു കാര്യം മനസ്സിലായി, എന്തൊക്കെയാണ് ഇത് ശരി, ആർക്കാണ് പ്രിഫറൻസ്,
ആർക്കാണ് പ്രയോറിറ്റി? ആരെയാണ് നാം സൂക്ഷിക്കേണ്ട ശ്രദ്ധ? ആരാണ് തകർക്കപ്പെട്ടിരിക്കുന്നത് അവർക്കാണ് പ്രയോറിറ്റി. ആരെയാണോ ദൈവം പരിശോധനയുടെ കടത്തിവിടുന്നത്, ആരെയാണോ ദൈവം തകർത്തിരിക്കുന്നത്, അവർക്കാണ് ദൈവം പ്രയോറിറ്റി കൊടുക്കുന്നത്. അത് മറന്നൊന്നും ചെയ്യാനും ചിന്തിക്കാനും ഇരിക്കാനും പാടില്ല എന്ന് ഒടുവിലേക്ക് എത്തുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാവും. അങ്ങനെ യോബ് പറഞ്ഞു, എന്റെ അവസ്ഥ ഇത്. യോബ് ഇങ്ങനൊന്നും പറഞ്ഞില്ല, എനിക്ക് എന്നെ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്, വീട്ടിൽ പോകണമെന്നും അന്നോട്ട് ഓക്കെ തുറന്നു പറഞ്ഞു, ഞാൻ ഓക്കെ അല്ല. നമ്മളിങ്ങനെ പറയാറുണ്ട്, അന്നോട്ട് ഓക്കെ എന്ന് പറയുന്നത് ഓക്കെയാണ്. അതായത് ഞാൻ ഓക്കെ അല്ല, ഞാൻ സുഖമല്ല, ഞാൻ ഇപ്പോൾ ഫൈൻ അല്ല, ഞാനിപ്പോ എന്ന് പറയുന്നത് വളരെ എന്താ പറയുന്നത് ജെന്യുവനായ ഒരു പ്രതികരണം. ആരോട് പറയുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഓക്കെ അല്ല, ഐ എം നോട്ട് ഓക്കെ, ഐ എം നോട്ട് ഫൈൻ, ഐ ഹാവ് നോ പീസ്, ഐ ഹാവ് നോ ക്വയറ്റ്നസ്, ഐ ഹാവ് നോ പറയുന്നത് ഓക്കെ ആണെന്നാ പറയുന്നത്. അതാ നമ്മള് കഴിഞ്ഞ ആഴ്ചയിലെ ലെസൺ പറഞ്ഞത്. God can handle our expressions of grief and pain. നമ്മുടെ ദുഃഖത്തിന്റെയും വേദനയുടെയും പ്രകടനങ്ങളെ, പ്രത്യക്ഷമായ പ്രതികരണങ്ങളെ ദൈവത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയും. Don't worry about that. നമ്മൾ പഠിച്ച ഉൽപ്പാദന പുസ്തകത്തിൽ tell God exactly how you feel. നിങ്ങൾക്ക് എങ്ങനെ അനുഭവപ്പെടുന്നുവെന്ന് സത്യസന്ധമായി ദൈവത്തോട് പറയുക. അത് ഓക്കെ ആണ്. അതായത് ഞാൻ ഓക്കെ അല്ല ദൈവമേ എന്ന് ദൈവത്തോട് പറയുന്ന ഓക്കെ ആണ്. ഇറ്റ്സ് അക്സെപ്റ്റബിൾ. ഇറ്റ്സ് എ സൈൻ ഓഫ് ജെന്യുവിനിറ്റി, സിൻസിയറിറ്റി. പലപ്പോഴും ആത്മീയ സമൂഹത്തിൽ അത് പഠിപ്പിക്കാൻ മറന്നുപോയത് കൊണ്ട് എന്തൊക്കെയോ ഒരു എന്താ പറയണ്ട, ഒരു ഏച്ചുകെട്ടൽ ആകപ്പാടെ. ആരുടെയൊക്കെയോ മുന്നിൽ നമ്മൾ ഓക്കെയാണ്, ഫൈനാണ്, ഞാൻ സൂപ്പറാണ്, ഞാൻ സൂപ്പർ വുമൺ ആണ്, സൂപ്പർ മാൻ ആണ്, ഞാൻ സ്പിരിച്വൽ മാൻ ആണെന്നൊക്കെ കാണിക്കാൻ കിടന്ന് പലരും പെടാപ്പാട് പെടും. പക്ഷേ അകത്തോട് ജീവിതത്തിൽ ചെല്ലുമ്പം അവർക്ക് അവരുടെ ഉള്ളിൽ ആകപ്പാടി ഇതെല്ലാം മൂടി വെച്ചേക്കുക. ദൈവവുമായുള്ള ബന്ധത്തിലും ഇവർക്കൊന്ന് ബലപ്പെടാൻ പറ്റുന്നില്ല, സഹോദരങ്ങളുമായുള്ള ബന്ധത്തിലും ഇവർക്ക് ബലപ്പെടാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു ഫേക്ക് സ്പിരിച്വൽ ഐഡന്റിറ്റി ഉണ്ടാക്കരുത്. ഒരു വ്യാജമായ ഒരു ആത്മീക വ്യക്തിത്വം വാർത്തെടുക്കാൻ ശ്രമിക്കരുത്. അത് പരാജയപ്പെട്ടു പോകും. ഓൾവേസ് ബി ഹോണസ്റ്റ് ടുവേർഡ്സ് ഗോഡ്. എപ്പോഴും ദൈവത്തോട് ഈ കാര്യത്തിലും വിശ്വസ്തരായിരിക്കണം. ഏത് കാര്യത്തിൽ? ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്ന കാര്യത്തിലും. അവിടെയാണ്, ആ തകർച്ചയിലാണ് ദൈവത്തിന്റെ പണി നടക്കുന്നത്. ആ വീണുകിടക്കലിലാണ് അത് ഏറ്റവും എന്താ പറയണ്ടേ ഡീപ്പായ വർഷിപ്പ് നടക്കുന്നത്. അതിനൊക്കെ വേണ്ടിയാണ് ദൈവം ഇതൊക്കെ അനുവദിക്കുന്നത്. പക്ഷെ അപ്പത്തേക്ക് ഇവിടെ ദൈവത്തെ ഭയങ്കര ശക്തരായി കാണിക്കാനുള്ള പരിശ്രമത്തിനിടയിൽ ഇതൊന്നും. പക്ഷെ എത്ര നമുക്കറിയാലോ, ഒരു ഫേക്ക് ഐഡന്റിറ്റി ഉണ്ടാക്കിയ എത്ര നാൾ നിൽക്കുമെന്നുള്ള. നമ്മുടെ ചർച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തുവാ? നമുക്കൊരു ഫേക്ക് ഐഡന്റിറ്റി ഇല്ല. നമ്മളാരും അതിന് ശ്രമിക്കാറും. നമുക്കറിയാം, അത് ശ്രമിച്ചാൽ ഏതർത്ഥത്തിലാണെങ്കിലും അത് പരാജയപ്പെടും. എപ്പോഴും നമ്മൾ പറഞ്ഞ 8 നില പൊട്ടുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മള് വളരെ ജെന്യുവനാണ്. മുഖം വാടിയിരുന്നാൽ, ഹൃദയം തകർന്നിരുന്നാലേ. പക്ഷേ നമ്മളെ ഒരു പ്രത്യേകത കൂടെ നമുക്കുണ്ട്. ദൈവം ഹൃദയം വാടി, മുഖം വാടി തകർന്നിരിക്കുന്ന നമ്മോട് ദൈവം സംസാരിക്കുമ്പോൾ അത് ഏറ്റെടുക്കാനുള്ള മനസ്സൂടെ നമുക്ക്. അപ്പൊ യോബ് എന്ത് ചെയ്യുകയാണ്? വളരെ ജെന്യുവനായി. അതിന് എന്താ ഉദ്ദേശം ചോദിച്ചാൽ, ഈ ഫ്രണ്ട്സ് എന്റെ ബ്രദേഴ്സിന് തുല്യമായ ഫ്രണ്ട്സ് ആണ്, ഇവരുടെ അടുത്ത് എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം. യോബ് പട്ടണവാതിൽക്ക് പോയി ഇത് പറഞ്ഞില്ല. യോബ് വേറെ ആരോടല്ല ഇത് പറഞ്ഞത്. പക്ഷേ അവിടെ അല്പം യോബ് പറഞ്ഞതിൽ തെറ്റുണ്ടായെന്നല്ല. ഈ സഹോദരങ്ങൾക്ക്, സ്നേഹിതരായ ഈ സഹോദരങ്ങൾക്ക് ഈ അനുഭവങ്ങൾ ഇല്ലാത്തവരും, അല്ലെങ്കിൽ
എല്ലാ അനുഭവങ്ങളും ഉണ്ടല്ലോ എല്ലാവരെയും മനസ്സിലാക്കാൻ നിർബന്ധമൊന്നും ഇല്ല. അങ്ങനെ 4-ാം അധ്യായത്തിലേക്ക് വരുന്നു. അതിന് തേമാന്യനായ എലിഫസ് ഉത്തരം പറഞ്ഞു എന്തെന്നാൽ, നിന്നോട് സംസാരിപ്പാൻ തുനിഞ്ഞാൽ നീ മുഷിയുമോ? എന്നാൽ വാക്കടക്കുവാൻ ആർക്ക് കഴിയും? എന്താ പറഞ്ഞതിന്റെ അർത്ഥം? പറഞ്ഞതിന്റെ അർത്ഥം എന്നാ ചോദിച്ചാൽ, ദേഷ്യം വന്നി പുള്ളിക്ക്. അദ്ദേഹം പറയുക, will you be patient and let me say a word? നീ ഒന്ന് ദൈവത്തെ ഓർത്തൊന്ന് ഇച്ചിരി നേരം ഒന്ന് മിണ്ടായിരിക്കുക, ഞാനൊന്ന് സംസാരിക്കട്ടെ. 7 ദിവസം മിണ്ടായിരുന്നതിലൂടെ തീർത്ത് കളഞ്ഞു. will you be patient? ഇച്ചിരി ഒന്ന് കുറച്ചു നേരത്തേക്ക് ഒന്ന് വാടക്കാവോ? എനിക്കൊരു വാക്ക് പറയാൻ അവസരം തരാവോ? For who could keep from speaking out? ഇത് ആർക്ക് പറ്റും വാടക്കാൻ? എന്നാൽ വാക്കടക്കുവാൻ ആർക്ക് കഴിയും? ഇതൊരു ചോദ്യമാണ്. നിനക്കൊരു ഇച്ചിരി നേരത്തേക്കൊന്ന് മിണ്ടാതിരിക്കാവോ? എനിക്ക് ഒത്തിരി അപ്പത്തേക്ക് എലിഫസിന്റെ ഉള്ളിലെ എല്ലാം പോകാൻ തുടങ്ങി. കാരണം യോബ് പാപമാണ് ചെയ്യുന്നത്. യോബ് ചെയ്യുന്ന വലിയ അപരാധമാണ്. അപ്പൊ യോബിനെ തടുക്കണം, സംസാരിക്കണം. അപ്പൊ വാക്കുകളുടെ ഇടയിൽ ചോദിക്കണം, ഇച്ചിരി നേരത്തേക്കൊന്ന് ഒന്ന് മിണ്ടാതിരുന്നിട്ട് ഞാൻ പറയുന്നു ഒന്ന് കേൾക്കാം. ആർക്ക് പറ്റും ഈ വാടക്കാൻ? അങ്ങനല്ലേ നീ വാ തുറന്നേക്കുന്നേ? അവിടുന്നാണ് എലിഫസ് ആരംഭിക്കുന്നത്. ശരിക്കും പറഞ്ഞ അവരുടെ മനസ്സും യോബിന്റെ വേദനയിലേക്ക് ചാഞ്ഞില്ല, യോബിന്റെ വേദന നിമിത്തം ഉണ്ടായ വാക്കുകളിലേക്ക് ചാഞ്ഞു. പ്രിയരെ, ഇവിടെയാണ് വളരെ ശ്രദ്ധിച്ചോണം. ഒരാൾ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ വേദനയോടാണ് താതാത്മ്യപ്പെടേണ്ടത്. ഇവരെന്ത് ചെയ്തു? തുറന്നവരോട് പറഞ്ഞതാ, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ആശ്വാസം കിട്ടുന്നില്ല, കാരണം ഞാൻ അങ്ങനെ അവസ്ഥയിലാന്ന് പറയുമ്പോൾ അതെല്ലാം ഒരു നിമിഷം കൊണ്ട് അവർ മറന്നിട്ട് അവരാ വാക്കുകളെ കയറിപ്പിടിച്ചു. പിന്നെന്താ നോക്കിയെന്നറിയാമോ? കഴിഞ്ഞ സമയങ്ങളിൽ സംഭവിച്ച സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ യോബിനോട് സംസാരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ചോദിക്കുകയാണ്, നീ 3-ാം വാക്യം ഇനിയും ആരംഭിച്ചു. എന്താണെന്നറിയാമോ? നീ പലരെയും ഉപദേശിച്ചു, തളർന്ന കൈകളെ ശക്തീകരിച്ചിരിക്കുന്നു. വീഴുന്നവനെ നിന്റെ വാക്ക് താങ്ങി, കുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചിരിക്കുന്നു. അപ്പൊ അവര് പറയുക, ഇൻ ദ പാസ്റ്റ് യു ഹാവ് എൻകറേജ്ഡ് മെനി പീപ്പിൾ. കഴിഞ്ഞ കാലത്ത് നീ ഒത്തിരി പേരെ എൻകറേജ് ചെയ്ത. യു ഹാവ് സ്ട്രെങ്തൻഡ് ദോസ് ഹു വെർ വീക്ക്. ബലഹീനരായ ഒത്തിരി പേരെ നീ ശക്തീകരിച്ചതാ, ഞങ്ങൾക്കറിയാം. ഇത് വായിക്കുമ്പോൾ നമ്മൾ ഓർക്കും യോബിന്റെ ആ നല്ല കാര്യം പറയുവാണെന്ന്. അല്ല, യോബിനെ ഞങ്ങൾക്കറിയാം നീ ഒത്തിരി പേരെ ഗുണം ചെയ്ത, അതല്ല ഉദ്ദേശം. നിന്റെ ഭക്തി അല്ല, 4-ാം വാക്യം, വീഴുന്നവനെ നിന്റെ വാക്ക് താങ്ങി, കുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഒരു കാര്യം നമുക്കിവിടെ മനസ്സിലാക്കാം, ഇയ്യോബ് ഒരു ട്രൂ കംഫോർട്ടറാണ്. ഇയ്യോബ് അത് അവരുടെ വായിൽ തന്നെ വന്നു. എന്തോ ഒരു പറഞ്ഞേ, യുവർ വേർഡ്സ് ഹാവ് സപ്പോർട്ടഡ് ദോസ് ഹു വെർ ഫോളിങ്. വീഴാൻ പോകുന്നവരെ വാക്കുകൊണ്ട് നീ തള്ളിയിടുവല്ല, വാക്കുകൊണ്ട് നീ വീഴ്ചയിൽ താങ്ങി നിർത്തി. അപ്പം
കാര്യം ശരിയാ, യോബിന്റെ കുറ്റം പറയാനാ വരുന്നെങ്കിലും സത്യം അവര് പറഞ്ഞു. അവരാ സത്യം ഉപയോഗിച്ചു മറ്റൊരു ദേശത്തിന് വേണ്ടിയാ. ഞാൻ പറയാതെ, you encourage those with shaky knees. കുഴയുന്ന മുഴങ്കാൽ. നമുക്കറിയാലോ, നമ്മുടെ മുട്ട് തളർന്നു പോയാൽ, നമ്മൾ നിന്നോണ്ടിരിക്കുമ്പോ നമ്മുടെ മുട്ടേ നിൽക്കാൻ ബലം തരുന്നതല്ലേ നമ്മുടെ നീസ്. അത് തളർന്നു പോയാലുള്ള അവസ്ഥ നമുക്കറിയാമല്ലോ. പക്ഷെ യോബിന്റെ പ്രത്യേകത കേൾക്കണോ? യോബിന്റെ വാക്കുകൾ അങ്ങനെ മുഴങ്കാൽ തളർന്ന് ഇങ്ങനെ ഇപ്പം വീഴുമെന്ന് പറഞ്ഞ് നിൽക്കുന്നവരെ യോബ് തന്റെ വാക്കുകൊണ്ട് താങ്ങി നിർത്തി. എത്ര സത്യസന്ധമായ സാക്ഷ്യം! എത്ര നീതിയോടെയാണ് യോബ് ഇടപെട്ടത്! പക്ഷെ തനിക്കത് തിരിച്ചു കിട്ടിയില്ല കേട്ടോ. അതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. എന്തിനാ ഇവരിത് പറഞ്ഞത് കേൾക്കണോ? ഇവര് പറഞ്ഞത് 6-ാം വാക്യം, നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലയോ, നിന്റെ നടപ്പിന്റെ നിർമ്മലത നിന്റെ പ്രത്യാശയല്ലയോ. എന്താണെന്നറിയാമോ അതിന്റെ അർത്ഥം? അവിടെ മലയാളത്തിൽ ഭയങ്കര പാടാണ് ഇത് മനസ്സിലാക്കാൻ. എന്താ ചോദിക്കുന്നറിയാമോ? Doesn't your reverence for God give you confidence? ഒരു ക്വസ്റ്റ്യനാ. നീ ഇത്രയും മറ്റുള്ളവരെ ബലപ്പെടുത്തി താങ്ങി നിർത്തുന്ന ആളാണ്, നിനക്ക് ദൈവത്തോട് ഭക്തിയുമുണ്ട്, എന്നിട്ട് ഈ ഭക്തി നിനക്കൊരു കോൺഫിഡൻസും തരുന്നില്ലേ? നിന്റെ നടപ്പിന്റെ നിർമ്മലത നിന്റെ പ്രത്യാശ അല്ലയോ? നമ്മൾ വിചാരിക്കും ആ ചോദ്യം കേൾക്കുമ്പോ ഏതാണ്ട് എന്താ ചോദിക്കുന്നറിയാവോ? Doesn't your life of integrity give you hope? നീ നേരെയുള്ള ഒരു ജീവിതമാണ് നയിക്കുന്നെങ്കിൽ നിനക്കൊരു ഹോപ്പും ഇല്ല ഇപ്പം. Why are you hopeless? Why are you losing your confidence? അപ്പൊ നിന്റെ ഭക്തി നിനക്ക് ഗുണം ചെയ്യുന്നില്ലേ? അതാ ചോദിച്ചതിന്റെ അർത്ഥം. നിന്റെ നേരെയുള്ള ജീവിതം ആണെങ്കിൽ പിന്നെ എന്താ ഒരു പ്രത്യാശയില്ലാത്ത? എന്താ നീ ഇങ്ങനായേ? പ്രിയരെ, നിങ്ങളൊരു കാര്യം ഓർത്തോണം, നിങ്ങളെ ബലപ്പെടുത്തുന്നവര് നാളെ തളരാനുള്ള സാധ്യത അത് കാണുന്നോണ്ട് നിങ്ങൾ ഈ വാക്യങ്ങളൊന്നും കയറി പ്രയോഗിച്ചേക്കല്ലേ. എന്താ വാരുന്നു ഇവിടെ? ഓ, എന്നിട്ട് ഇരിക്കുന്ന കണ്ടോ പറയും. നോ, അങ്ങനല്ല പ്രിയരെ. വീഴുവാൻ പോയവരെ തന്റെ വാക്കുകൊണ്ട്, യോബ് ഒത്തിരി കാര്യങ്ങൾ തന്റെ സമ്പത്ത് കൊണ്ട് ചെയ്തിട്ടുള്ള മനുഷ്യനാ. തന്റെ സമ്പത്തും തനിക്ക് ആ പട്ടണത്തിലുള്ള സ്വാധീനവും തന്റെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുടെ ഗുണത്തിനായും ദൈവത്തിന്റെ മഹത്വത്തിനായും തന്റെ ജീവിതത്തിൽ ദൈവത്തിന് കൊള്ളാവുന്ന ഒരു ജീവൻ നയിക്കാൻ ഉപയോഗിച്ച മനുഷ്യനിതാ ഒരു സാക്ഷ്യം കൂടെ നമ്മൾ കേൾക്കുകയാ. എന്താ ചോദിച്ചാൽ, യോബിന് വലിയൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. വീഴാൻ പോകുന്ന, അതെ, മുഴങ്കാൽ തളർന്നിരിക്കുന്ന ഒരാളെ, നിൽക്കാൻ ബലമില്ലാത്ത ഒരാളെ, ജീവിതത്തിൽ തീരെ നിൽക്കാൻ ശേഷിയില്ലാതെ ബലഹീനനായ ഒരുവനെ ഡീൽ ചെയ്യേണ്ടി വരുമ്പോൾ യോബിന്റെ വാക്കുകൾ അവർക്ക് ബലമായിരുന്നു. മുന്നോട്ടിങ്ങനെ ബലം പോയി ആഞ്ഞു പോകുന്നവര് അവിടെ നിൽക്കത്തക്ക വിധത്തിൽ യോബ് വാക്കുകൊണ്ട് താങ്ങുവാൻ തക്കവണ്ണം ദൈവം യോബിനെ ഉപയോഗിച്ചിരുന്നു. പക്ഷേ ആ യോബിന്റെ ക്വാളിറ്റി എടുത്തിട്ട് അവരിപ്പം ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അങ്ങനെയാണ് നീ എങ്കിൽ നിന്റെ ഭക്തി ഇപ്പൊ എന്തുകൊണ്ട് നിനക്കൊരു കോൺഫിഡൻസ് തരുന്നില്ല? എന്തുകൊണ്ട് നിന്റെ സത്യസന്ധമായ അപ്രൈറ്റ് ലൈഫ് ഓഫ് ഇന്റഗ്രിറ്റി, അല്ലെങ്കിൽ നിർമ്മലമായ നിർമ്മലതയുള്ള നിന്റെ ജീവിതം ഇപ്പൊ എന്താ നിനക്കൊരു പ്രത്യാശയും തരാം? ചുരുക്കി പറഞ്ഞ എല്ലാ യോബിന് നേരെ തിരിച്ചടിക്കുക. തന്റെ ശുശ്രൂഷ, താൻ ചെയ്ത ഉപകാരങ്ങൾ, അങ്ങനെ നിന്റെ വാക്കുകൊണ്ട് നീ വീഴാൻ പോയ അനേകരെ താങ്ങിയെങ്കിൽ നീ ഇപ്പം സ്വസ്ഥത
ആശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പൊ നീ പിന്നെ എന്തോ ചെയ്തേ? പ്രിയരെ, ഈ ചുമ്മാതെ അതും ഇതും പേടിച്ച് ചെറിയ കാര്യത്തിന് ദൈവത്തോട് വേണമെങ്കിൽ സ്വസ്ഥതയിൽ പറഞ്ഞതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. അങ്ങനെ ഞാൻ തെറ്റിദ്ധരിക്കല്ലേ. ഞാൻ ചിലത് പ്രാർത്ഥിച്ചു, ചിലത് ആഗ്രഹിച്ചു, കർത്താവ് തന്നില്ല. ആ ആ ആ കോണ്ടെക്സ്റ്റ് ഇവിടെ കൊണ്ട് വെക്കാൻ. ഞാൻ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു, തന്നില്ല. ഞാൻ ഇത് ആഗ്രഹിച്ചു, ദൈവം എനിക്ക് തന്നില്ല. ഞാൻ ഇതായിരുന്നു പ്രതീക്ഷിച്ച്. ആ കൂട്ടത്തിൽ യോബുമായി കണക്ട് ചെയ്യാൻ പാടില്ല. അടിമുടി തകർക്കപ്പെട്ട് എന്തുകൊണ്ടാണ് ഉത്തരവില്ലാത്ത എല്ലാം തീർന്ന് അവസാനിക്കാൻ പോകുന്ന അവസാന ശ്വാസത്തിലേക്ക് നീങ്ങുന്ന ഒരു മനുഷ്യനെ കൺമുമ്പിൽ കാണണ്ടേ. അല്ലാതെ ജീവിതം നല്ല സുഖത്തോടെ പോകുമ്പോൾ ഇച്ചിരൂടെ സുഖത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഇച്ചിരൂടെ പൈസ ജീവിക്കാനുള്ളപ്പോ അതും പോരാ, ഇച്ചിരൂടെ വേണമെന്ന് പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്തതോ, അല്ലെങ്കിൽ ചിലതൊക്കെ ചിലരിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ട് നടക്കാത്തതോ, ആഗ്രഹിച്ച സമയത്ത് ചില പണികൾ പൂർത്തീകരിക്കാത്തതിന്റെ പേരിൽ പിണങ്ങിയിരിക്കുന്നവർക്കുള്ളതല്ലേ ഈ ദൂത്. അതുകൊണ്ട് എനിക്കൊരു സ്വസ്ഥതയില്ല, എനിക്കൊരു സമാധാനവും ഇല്ല, ഞാൻ പ്രതീക്ഷ പോലെ നടക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ മൂഡ് ഓഫ് ആയിരിക്കുക. എന്താ മൂഡ് ഓഫ്? അത് 2026 നടക്കുമെന്ന് വിചാരിച്ചു, അതിനുവേണ്ടി ഒത്തിരി പ്രതീക്ഷിച്ചു. 2026 2025 ഇവിടുത്തെ വിഷയം. ഒരു മനുഷ്യൻ അവന്റെ അവസാന ശ്വാസം എടുക്കാൻ പോകുന്നു എന്ന് കരുതിക്കൊണ്ട് നിൽക്കുമ്പോഴും ദൈവഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് തന്റെ മനസ്സിന്റെ വേദനയെ പങ്കുവെക്കുന്നേ. അല്ലാതെ നമുക്കൊക്കെ സൗന്ദര്യ പിണക്കം കാണിക്കാനും ആവശ്യമില്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പിണക്ക് കാണിക്കാനും ദൈവത്തോടും അതെ ശുശ്രൂഷകരോടും ഒക്കെ പിണക്ക് കാണിക്കാനും ഒരു നോ കേൾക്കുന്നുണ്ടെ പിണങ്ങി മാറാനും പ്രാർത്ഥിച്ചിട്ട് ദൈവം കാലതാമസം വരുത്തിയാടനെ എല്ലാം അവസാനിച്ചെന്ന് പറയുന്നതിന് വേണ്ടിയല്ല. വാസ്തവമായി എല്ലാം അവസാനിക്കുവാൻ ഫേസ് ചെയ്യുന്ന മനുഷ്യന്റെ കാര്യം ഈ പറയുന്നത്, അല്ല നമ്മുടെ ചില തോന്നലുകളല്ല, നമ്മുടെ ചില അബദ്ധ ധാരണകളല്ല, നമ്മുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങളല്ല. നമ്മൾ എഴുതി വെച്ച് ഡേറ്റ് ഇട്ട് ഇന്ന സമയത്ത് ദൈവം പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ചില കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോ യോബിനോട് താരതമ്യം ചെയ്തേക്കല്ലേ. അപ്പം ചോദിക്കുക തന്നെ ചെയ്യും നമ്മള്. അങ്ങനെയുള്ളവർക്കല്ല ഈ മെസ്സേജ്. മറിച്ച് ഇതാ സകലതും കൈവിട്ടു പോയിരിക്കുന്നു, അടിമുടി മാറിയിരിക്കുന്നു, എത്തും പിടിയുമില്ല, എല്ലാം അവസാനിച്ചു, ഇടിച്ചു തകരാൻ പോകുന്നു എന്ന് തോന്നുമ്പോൾ ഒരു മനുഷ്യൻ തന്റെ മാനസിക നില വെളിപ്പെടുത്തുന്നു. എങ്ങനെ? ദൈവഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ തന്റെ മാനസിക നില തനിക്ക് വിശ്വസ്തരെന്ന് കരുതിയവരോടാ താൻ സംസാരിച്ച്. അവർ ഇങ്ങനെ തിരിയുമെന്ന് ഒരിക്കലും യോബ് വിചാരിച്ചില്ല. എന്റെ പ്രിയരെ, ദൈവമക്കളെ, സഹോദരി സഹോദരന്മാരെ, വിശ്വസ്തരൻ നമ്മെ കരുതി നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും അവരുടെ മാനസിക നില നമ്മളോട് വെളിപ്പെടുത്തുമ്പം നമ്മൾ എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്യുന്നതെന്ന് ഇന്ന് രാത്രി നാം ശോധന കഴിക്കണം. അവര് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി കിട്ടാത്തതുകൊണ്ടോ, ഏതെങ്കിലും അവർ ആഗ്രഹിച്ചത് കിട്ടാത്തതുകൊണ്ടല്ല, അവർക്ക് നിൽക്കാൻ വയ്യ, അവർക്ക് ഇനി മുന്നോട്ട് പോകാൻ വയ്യ, അവരുടെ മനസ്സ് തകർന്നിരിക്കുന്നു, അവരുടെ ജീവിതത്തിലേക്ക് അവർക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ദൈവം മൗനമായിരിക്കുന്നു, അവരുടെ മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടിട്ട് ആകപ്പാടെ അവർ ആകുലതയിലായിരിക്കുമ്പോൾ അവരുടെ സഹോദരങ്ങളെന്ന് കരുതി അവരെ മനസ്സിലാക്കുമെന്ന് കരുതി അവരുടെ മാനസിക നില വെളിപ്പെടുത്തുമ്പോൾ അത് അവരുടെ ആത്മീക നിലയായി കാണരുത്. അതാണ് അവരുടെ ആത്മീകത എന്ന് പറയല്ലേ, അതാണ് അവരെന്ന് പറയല്ലേ. അവർ നമ്മളെ വിശ്വസ്തരെന്ന് കണ്ട നമ്മൾ അവരെ മാറി നിന്ന് കുറ്റം പറയത്തില്ലെന്നും അവരുടെ ആത്മീകതയെ നമ്മൾ അത് വെച്ച് വിധിക്കത്തില്ലെന്നും കണ്ടുകൊണ്ടാ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളോട് മനസ്സ് തുറക്കുന്നത്. അയ്യോ, എനിക്ക് മനസ്സിലായി, ഇവർക്ക് ഇത്രയേ ഉള്ളൂ, എന്താവായിരുന്നു അവിടെ പ്രബോധനം കേട്ടാൽ, എന്താവായിരുന്നു ഇപ്പോഴല്ലേ മനസ്സ് എന്ന് പറയാൻ നമ്മൾ പോയാൽ നമ്മൾ ആരുടെ കൂട്ടത്തിലാവും രാത്രി ഓർത്തോണം. അല്ല, അവർ ഏതെങ്കിലും നിസ്സാര കാര്യത്തിനോ, അല്ല സാരമായ കാര്യമായിക്കോട്ടെ, പ്രതീക്ഷ സമയത്ത് ദൈവം പ്രവർത്തിച്ചിരുന്നുള്ള അവരെ കേൾക്കണം, കേട്ട് കഴിഞ്ഞിട്ട് അവരെ തിരുത്തണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ദൈവത്തോട് പരിഭവിക്കാൻ പാടില്ല. നിങ്ങളുടെ മനസ്സിലേക്കൊന്നും കുഴപ്പമില്ലല്ലോ, മാനസിക പീഡനയിലൂടെ അല്ല നിങ്ങൾ പോന്നെ. ചില വ്യക്തിപരമായ താല്പര്യങ്ങൾ ആഗ്രഹിക്കുന്നത് നടക്കാത്തോ, മറ്റുള്ളവരെന്താണ് കുത്തുവത്താനം പറഞ്ഞോ, നിന്ദിച്ചെന്ന് പറഞ്ഞോ നിങ്ങൾ ദൈവത്തിന് എത്തിയത്, അത് ഇസ്രായേൽ മക്കളുടെ പാരമ്പര്യം, അത് യോബിന്റെ പാരമ്പര്യം. അവരെ ശാസിക്കണം, അവരെ സ്നേഹത്തോടെ തിരുത്തണം, അവർക്ക് തെറ്റുപറ്റുമെന്ന് സ്നേഹത്തോടെ പറയണം. അല്ല, അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ തലയിൽ അതെ കണക്ക് പറഞ്ഞ് ജോലിച്ച് കഴിക്കാനോ അതെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാനോ നമ്മളെ വിട്ടുകൊടുക്കാനുള്ളതാണ്.
അപ്പൊ നമ്മൾ തിരിച്ചറിയണം, ഒരാൾ പ്രാർത്ഥനാ വിഷയങ്ങളോ ആഗ്രഹങ്ങളോ നടക്കാതെ ഇച്ഛാബന്ധത്തിലാണോ വരുന്നത്, അതോ ഒരു വ്യക്തി മാനസികമായി തകർന്ന് ഏതെങ്കിലും ഭയത്താലോ ഏതെങ്കിലും വലിയ അവർക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു മാനസിക നിലയിലാണ് അവർ നമ്മളെ സമീപിക്കുന്നെങ്കിൽ അവരോട് ഇടപെടേണ്ട രീതി വേറെ. അതവർ ദൈവത്തോട് പരിഭവിച്ചല്ല പറയുന്നേ, പിന്നെയോ അവർക്ക് വിശ്വസ്തരായവർ വേണം പങ്കുവെക്കാൻ. എന്താണെന്നറിയോ, അവർക്ക് കരകയറി വരണം, അവർക്ക് പിടിച്ചു കയറണം, അവർക്ക് ദൈവത്തെ മറുതലിക്കുന്ന ഭക്തിയെ മുറുകെ പിടിക്കണം. അതിനവരൊരു എന്താണ്, ഒരു ഊന്നുവടിക്ക് വേണ്ടി അവർ കൈ നീട്ടുമ്പോൾ അവരെ തള്ളിയിടരുത്, അവരെ തള്ളിയിടരുത്. അവരെ താങ്ങുവാൻ തക്കവണ്ണം നമ്മളിൽ നിന്ന് സാന്നിധ്യ ശുശ്രൂഷയും വാക്കുകളും പുറപ്പെടണം. എന്ത് സംഭവിക്കുന്നറിയോ, നമ്മളും അവരും കർത്താവും മാത്രമേ അറിയത്തുള്ളൂ. അവര് കയറി വരും, അവര് ശക്തരാകും, അവർക്ക് മനസ്സിലാകും അത് വിശ്വസിപ്പാൻ പറ്റുന്ന സഹോദരങ്ങളുണ്ട്, വിശ്വസിക്കാൻ പറ്റുന്ന ശുശ്രൂഷകരുണ്ട്. ദൈവം വിശ്വസ്തനായിരിക്കുന്ന പോലെ തന്നെ ദൈവസഭയും വിശ്വസ്തരാണെന്ന് അറിയുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ വലിയ കെട്ടുറപ്പിനും അനുഗ്രഹത്തിനും അത് നന്മയ്ക്കും കാരണമാകും, വളർച്ചയ്ക്ക് കാരണമാകും. ആത്മീയത അളക്കാൻ വരട്ടെ, അതിനു മുമ്പ് മാനസിക നില ക്രമീകരിക്കപ്പെടണം. അങ്ങനെ മാനസിക നില ക്രമീകരിക്കപ്പെടാത്ത, മാനസികമായി തകർന്നൊരു മനുഷ്യനെ മാനസികമായി ബലപ്പെടുത്താതെ അവരുടെ ആ മനുഷ്യന്റെ ആത്മീയതയിലേക്ക് വിരൽ ചൂണ്ടി, അതാണ് അവർക്ക് പറ്റിയ പരാജയങ്ങളിലെ ഒരു പരാജയം. എന്റെ വാക്കുകളെ എനിക്കറിയാം, ഞാൻ വേഗത്തിൽ നിർത്താം. ഇതൊക്കെ കേൾക്കുമ്പം ഓ അയ്യോ അവരെന്നോ നല്ല മനുഷ്യരാ. യോബിനെ നല്ല സാക്ഷ്യം പറഞ്ഞല്ലോ. ആ നല്ല സാക്ഷ്യം പറഞ്ഞതെന്നറിയോ, ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് പറയാനാ. നല്ല സാക്ഷ്യം പറഞ്ഞതെന്നറിയോ, നീ ഇത്ര നല്ല ഇതാണല്ലോ, പക്ഷെ എന്താ പറ്റി ഇപ്പൊ, ഒരു പരിഹാസം, എന്തോ പറ്റി ഇപ്പൊ. അങ്ങനെയാണെ പൗലോസിനോട് നമുക്ക് ചോദിക്കല്ലോ, അല്ലെ? കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ട പോലെ, പൗലോസ് എന്തോ പറ്റിയിടൂ ഇയാൾക്കിപ്പൊ, ഇദ്ദേഹത്തിന്റെ പ്രസംഗവും സമർപ്പണവും ഇതൊന്നും അല്ലായിരുന്നല്ലോ, എനിക്ക് മരിക്കുന്നോ ലാഭോ ജീവിക്കുന്നത്. പിന്നെ ഇദ്ദേഹം എന്തിനാ നിരാശപ്പെട്ടെ, ഇദ്ദേഹം എന്തിനാ ശക്തിക്ക് മീതെ ഭാരപ്പെട്ടെ. ഉടനെ എല്ലാരും കൂടെ പറയും നമ്മുടെ ഓ ഈ ദേഹം ഉടനെ നമ്മളെ പരിഹസിക്കുവാൻ നമ്മൾ തകർന്നിരിക്കുമ്പോൾ അത് കാരണമായി തീരുന്നു. അവർ ഈ സാക്ഷ്യം പറഞ്ഞ എന്തിനാണെന്നറിയാവോ, നമ്മുടെ മലയാളത്തില് വായിക്കുമ്പോൾ അതൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. നമുക്ക് എല്ലാം കൂടെ ഒരു കൺഫ്യൂഷനിലേക്കേ പോകത്തുള്ളൂ. അതിന്റെ കൃത്യമായ അർത്ഥം, കൃത്യമായ ലക്ഷ്യം. Trust in your reverence for God. Give you confidence. നിനക്ക് കോൺഫിഡൻസ് ഇല്ലേ യോബേ? ഈ ഭക്തിയൊന്നും നിനക്കൊരു ധൈര്യം തരുന്നില്ലേ യോബേ? നിന്റെ ഈ നിർമ്മലമായ ജീവിതമൊന്നും ഒരു ഹോപ്പ് തരുന്നില്ലേ? ഇതൊക്കെ പോയോ? എന്ത് പറയണം യോബ്, എന്ത് പറയണം? യോ പെട്ടെന്ന് പറയണോ, അയ്യോ ഞാൻ ചുമ്മാ നിങ്ങളെ ഒന്ന് പരീക്ഷിക്കാൻ നോക്കിയതാ, എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്, എനിക്ക് ഭയങ്കര ഹോപ്പാണ്, ആക്ട് ചെയ്യണോ? എന്ത് വേണം? എന്നിട്ട് 7-ാം വാക്യം ഓർത്തു നോക്കുക. ആരംഭിച്ചു. ഏതാ? റെട്രിബ്യൂഷൻ തിയോളജി, റെട്രിബ്യൂഷൻ പ്രിൻസിപ്പിൾ ഇവിടെ ആരംഭിക്കുക. പകരത്തിനു പകരം ചെയ്യുന്ന ദൈവം, പ്രതിഫല തത്വം, പകരതത്വം. ഓർത്തു നോക്കുക, നിർദോഷിയായി നശിച്ചവനാർ, നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കാമല്ലോ അല്ലെ? ഏതാ നല്ല സാക്ഷ്യം പറഞ്ഞത് എന്തിനാന്നുള്ളതും അതെന്തിനോട് കണക്ട് ചെയ്യാനാണെന്നും എല്ലാ കാര്യങ്ങളും ഏകദേശം മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നു. ആർക്കറിയാം മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ? ആകപ്പാടെ ഒരു 1-2 തലയാ കാണുന്നത്. മനസ്സിലാവുമായിരിക്കും. 7-ാം വാക്യം, സ്റ്റോപ്പ് ആൻഡ് തിങ്ക്. ഓ യോബിനോട് പറയാ, ഓർത്തു നോക്കുക എന്ന് പറഞ്ഞാ ഒന്ന് നിർത്തി ചിന്തിച്ചേ, വായ നടച്ചേ, ഒന്ന് മിണ്ടാതിരുന്നേ കുറച്ചു നേരം.
കേട്ടോണം, ജീവിതത്തിൽ ഒരു സ്വസ്ഥതയില്ലാത്ത മനുഷ്യൻ മിണ്ടിപ്പോലത്. അതാ ഇപ്പോഴത്തെ കാലം. പിന്നെ ആരാ മിണ്ടണ്ടേ? സുഖത്തോടിരിക്കുന്നവൻ. ദൈവം എങ്ങനാ ദൈവം എങ്ങനാ ദൈവം എങ്ങനെയാ നമ്മൾ ദൈവസേനയിൽ ചെല്ലുമ്പോ? നീ മിണ്ടത് ഞാൻ മിണ്ടാവുന്നതാണോ, അതോ നീ മിണ്ട് ഞാൻ കേൾക്കാവുന്നതാണോ? എങ്ങനെയാ ദൈവം? പറഞ്ഞാട്ട് പ്രിയപ്പെട്ടവരെ, ഇരിക്കുന്നിടത്തെങ്കിലും ഒന്ന് പറ, ഞാൻ കേട്ടില്ലേലും വേണ്ടില്ല. എങ്ങനെയാ ദൈവം? തകർന്നു നുറുങ്ങിയൊക്കെ എന്റെ അടുത്തോട് വരുന്ന കൊള്ളാം. എങ്ങനാ? മിണ്ടരുത്, കുറച്ചു നേരം മിണ്ടായിരിക്കും. ഞാനാണോ? കർത്താവ് പറയും, എത്ര വേണേലും എന്നോട് സങ്കടം, നമ്മളങ്ങ് കൊടഞ്ഞങ്ങ് ഇടും അല്ലേ? ഇത് തന്നെയാ ദൈവം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ദൈവം നമ്മളോട് ഇതുവരെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? എനിക്ക് വയ്യ കർത്താവേ, എനിക്ക് ഒരടി പോലും വെക്കാൻ വയ്യ കർത്താവേ, ഞാൻ തകർന്നിരിക്കുന്നു, ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെ, എനിക്കറിയില്ല അങ്ങ് എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ നയിക്കുന്നതെന്ന്, എനിക്കറിയില്ല. അങ്ങ് എന്നോട് ആ വിഷയത്തിൽ മൗനമോ, എനിക്ക് മനസ്സിന്റെ എനിക്ക് പിടിക്കുക, എനിക്ക് പറ്റുന്നില്ല കർത്താവ് എന്ന് പറയുമ്പോ കർത്താവ് എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ, വിൽ യു ബി പേഷ്യന്റ്? ഇതിനെ കുറിച്ച് നേരം ഒന്ന് മിണ്ടാതെ നിന്നിട്ട് ഞാൻ പറഞ്ഞൊന്ന് കേൾക്കാവോ? അതെങ്ങനെയാ? നീ എങ്ങനെ വാഴക്കത്തില്ലല്ലോ, പിന്നെ ഞാനെങ്ങനെയാ സംസാരിക്കുന്നത്? അതായി പറഞ്ഞതിന്റെ അർത്ഥം. ദൈവം പറഞ്ഞത് നമ്മളോട് അങ്ങനെ. പിന്നെ എപ്പോഴാ ദൈവം മിണ്ടുന്നേ? എല്ലാം പറഞ്ഞ് കരഞ്ഞ് കണ്ണുനീരും പറ്റി വായു അടച്ചു കഴിയുമ്പോ ദൈവം വാ അടപ്പിക്കുമല്ല, നമ്മൾ വായടച്ചു കഴിയുമ്പം മൃദുവായ അവന്റെ സാന്നിധ്യം, അവന്റെ സാന്നിധ്യം കൊണ്ട്. എന്നാൽ യോബിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കേൾക്കണോ പ്രിയപ്പെട്ടത്? ആ മനുഷ്യന് ദൈവം സാന്നിധ്യം കൊടുക്കുന്നില്ല. അതാണ് യോബിനെ തകർത്ത് കളഞ്ഞേ. നമ്മൾ ഒരു പ്രാർത്ഥനയിൽ നമ്മൾ അനുഭവിച്ചെഴുന്നേക്കുമ്പോ, യോബ് എന്ന മനുഷ്യന് എത്ര കാലമെന്നറിയില്ല, ദൈവം ഒരു ആശ്വാസം പോലും കൊടുക്കാതെ മറിച്ച് ആശ്വാസത്തെ തകർത്ത് കളയുന്ന സ്നേഹിതരെ അനുവദിച്ചു. നമുക്കറിയാമല്ലോ, നാം ദൈവസേനയിൽ വന്നു വരുമ്പോഴുള്ള നമ്മുടെ ബലവും മാറ്റവും. ദൈവം നമ്മളെ വാസ്തവത്തിൽ ഇന്ന് രാത്രി എന്നോട് നിങ്ങൾ ഉത്തരം പറഞ്ഞാട്ടെ, ആരാണ് ഇവിടെ പേഷ്യന്റ് ആകണ്ടേ? വേദന വർദ്ധിക്കുന്നവരാണോ അതോ കേൾക്കുന്നവരാണോ? നാം തകർന്നു നുറുങ്ങി ചെല്ലുമ്പോൾ ദൈവമാണോ നമ്മളോട് സഹിഷ്ണുത കാണിക്കുന്നത്? നമ്മളാണോ? നമ്മളെ കേൾക്കുന്ന കാര്യത്തിലാണ് പറയുന്നത്, ദൈവഭക്തിയുടെ കാര്യത്തിലല്ല, കേൾക്കുന്ന കാര്യത്തിൽ. ദൈവഭക്തിയുടെ കാര്യത്തിൽ യോബ് സഹിഷ്ണുത കാണിക്കുക തന്നെ ചെയ്തു. ഓക്കെ, ഞാൻ വേഗത്തിൽ വാക്കുകളെ നിർത്താം. ചുരുക്കി പറഞ്ഞാൽ 7-ാം വാക്യം ഇതാണ്. ഓർത്തു നോക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം. സ്റ്റോപ്പ് ആൻഡ് തിങ്ക്. നീ ഒന്ന് നിർത്തിയിട്ടൊന്ന് ചിന്തിച്ചേ ഞാൻ പറയുന്നേ. എന്തുവാ ചിന്തിക്കണ്ടേ? നിർദോഷിയായവൻ നശിച്ചിട്ടുണ്ടോ? നേരുള്ളവൻ മുടിഞ്ഞു പോയിട്ടുണ്ടോ? 8-ാം വാക്യം, ഞാൻ കണ്ടിടത്തോളം. മേലാൽ ഈ വാക്ക് ഉപയോഗിച്ചേക്കല്ലേ. എനിക്കതിപ്പോ കുറെ പേരുടെ പ്രശ്നമാണ്. ഞാൻ കണ്ടിടത്തോളം എന്താ ഇതിന്റെ അർത്ഥം? മൈ എക്സ്പീരിയൻസ്. ഞാൻ കണ്ടിടത്തോളം. ഓ, ഇയാൾ എന്തോ ഈ കണ്ടേ? ഇയാള് കണ്ടെന്നാന്ന് കേൾക്കണോ? അന്യായം, ഉഴുത്. ഇത് നമുക്ക് എവിടെ പറയാം? ലോകത്തിൽ പറയാം, പട്ടണവാതിക്കൽ പറയാം, ദൈവഭക്തി ഇല്ലാത്തൊരിത് പറയാം, ഇഷ്ടംപോലെ പറയാം, എന്തോ വേണേലും പറയാം, ആരോട് വേണേലും പറയാം, കുറെ വീരവാദങ്ങൾ അടിക്കാം. പട്ടാളക്കാര് നമ്മൾ തമാശയായിട്ട് പറയുന്ന പോലെ, പട്ടാളത്തിലെ വീരകഥകൾ പറയുന്ന പോലെ, പ്രായമുള്ളവർ പഴമ പറയുന്ന പോലെ എന്ത് ചെയ്യാം? കണ്ടിടത്തോളം, ഞാൻ കേട്ടിടത്തോളം. പക്ഷെ ദൈവമക്കളെ, ഇന്ന് രാത്രി കേട്ടോണം ഈ വാക്ക് നമുക്കുള്ളത്. ഞാൻ കണ്ടിടത്തോളം അന്യായം ഉഴുത് കഷ്ടത വിതയ്ക്കുന്നവർ അത് തന്നെ കൊയ്യുന്നു. എന്താ അർത്ഥം? My experience shows that those who plan trouble and cultivate evil will harvest the same. എന്താണോ നട്ടത്, എന്താണോ കൾട്ടിവേറ്റ് ചെയ്തത്, അതേ കൊയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. സമയം ഇവിടെ അവസാനിച്ചു. പ്രാർത്ഥിക്കാം.
നിങ്ങള് ഈ പ്രാർത്ഥന, ഞാൻ വാക്കുകളെ നിർത്തുന്നു. പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ ഇതിലേത് മനോഭാവം എനിക്കറിയത്തില്ല. നിർത്തിയല്ലോ എന്നാണോ, ദൈവമേ നിർത്തുവാണോ എന്നാ രണ്ടിലേതാന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. എനിവേ സമയത്ത് നമ്മൾ നിർത്തണം, പ്രാർത്ഥിക്കാം. പ്രൈസ് നമുക്ക് ദൈവത്തിലേക്ക് നമ്മളെ സമർപ്പിക്കാം. വളരെ വളരെ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമ്മളോട് ആഴമായി ഇടപെടുന്ന വേദ ധ്യാനങ്ങൾ, ചിന്തകളാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പ്രിയരെ, കണ്ടിടത്തോളം കേട്ടിടത്തോളം എല്ലാം ആര് പറഞ്ഞോട്ട്, അവിടെ ഇടങ്ങളായ ആൾക്കാര് ഒത്തിരി കണ്ട കാര്യങ്ങളും കേട്ട കാര്യങ്ങളും പഴമക്കാർക്ക് ഒത്തിരി പറയാനുണ്ട്. പക്ഷെ ഒരു ആത്മീകൻ, ഒരു ദൈവ പൈതൽ, ദൈവം ആഗ്രഹിക്കുന്നത് കണ്ടിടത്തോളം കേട്ടത്തോളം ഒക്കെ അവിടെ നിൽക്കട്ടെ, എക്സ്പീരിയൻസ് ഒക്കെ അവിടെ നിൽക്കട്ടെ. വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരെ മനസ്സിലാക്കാൻ ദൈവകൃപയാണ് ആവശ്യം. ദൈവിക നിയോഗം അറിഞ്ഞ് ഏറ്റെടുത്ത് നമുക്കത് ചെയ്യാം. നമുക്ക് ദമയത്തിന്റെ വിവരങ്ങൾ സമർപ്പിക്കാം. ആരുടെയെങ്കിലും സാക്ഷ്യം പറയുന്നത് എന്തിനു വേണ്ടി ആയിരിക്കരുത്. രണ്ട് വാക്ക് അവരെ കുറിച്ച് പറഞ്ഞിട്ട് മൂന്നാമത്തെ വാക്ക് മറ്റൊന്ന് പറയാൻ ആകെ, മറിച്ച് നമ്മൾ പറയണം, ഒത്തിരി പേരെ താങ്ങിയിട്ടുള്ളതാ, പക്ഷേ ഇപ്പോൾ മാനസികമായി തകർന്നിരിക്കുന്നു. ഈ തകർച്ചയിൽ ഇത് ആത്മീയതയുടെ പരാജയമല്ല, ദൈവഭക്തി നഷ്ടപ്പെട്ടതുമല്ല, പിന്നെയോ ഒട്ടും സഹിക്കാൻ കഴിയാത്ത ഒരു മാനസിക നിലയിലേക്ക് എന്റെ സഹോദരി, എന്റെ സഹോദരൻ, ഞാൻ കടന്നുപോയിരിക്കുന്നു. ഇവിടെ കേൾക്കുന്നവർ പേഷ്യന്റ് ആകട്ടെ, സഹിഷ്ണുത കാണിക്കട്ടെ. ആരുടെ സ്വഭാവം? ദൈവത്തിന്റെ സ്വഭാവം അവലംബിക്കട്ടെ. വാടപ്പിക്കരുത്. അവർ വാടയ്ക്കുമ്പോൾ മാത്രം അടയ്ക്കട്ടെ. അവർ വാടയ്ക്കുമ്പോൾ നമുക്ക് കണ്ടിടത്തോളം കേട്ടത്തോളം പറയാനല്ല, പിന്നെയോ ചേർന്ന് നിൽക്കുവാൻ, അടുത്ത് ചേർന്ന് നിൽക്കുവാൻ, താതാത്മ്യം പ്രാപിപ്പാൻ വായെ തുറക്കാം. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. തുടർന്ന് നമുക്ക് ചിന്തിക്കാം. ഈ വചനങ്ങളാൽ ദൈവം